ആരാധിപ്പാൻ കൂടി വരുവാൻ കൃപാലുവായി ദൈവം നൽകിയ വിലയേറിയതും അതിമഹത്വവുമായ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭൂപരപ്പിൽ ആയുസ്സോടെ നമ്മെ ഓരോരുത്തരെയും ക്ഷേമമായി ദൈവം ദിനേന പരിപാലിക്കുന്നു. അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദ ലോർഡ്. ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ സാം തോമസ്, അതോടൊപ്പം സന്നിധരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദൈവ വൃത്യന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും, വിശേഷാൽ ഓൺലൈനിലൂടെ നമ്മെ വീക്ഷിക്കുന്ന ആരാധന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം. മുഖവരയിൽ വാക്കുകൾ ദീർഘിപ്പിക്കാതെ വളരെ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ഷോർട്ട് മെസ്സേജ് സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ഈ 80-ാം സങ്കീർത്തനത്തിൻ്റെ ഒന്ന് വായിച്ച് സഹായിക്കണമേ. ദൈവത്തിന് സ്തോത്രം. 80-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഏഴാം വാക്യം. പത്തൊമ്പതാം വാക്യം. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈ 3 വാക്യങ്ങളിൽ ഒരു വാക്യം ആവർത്തിച്ചിരിക്കുക. അഥവാ ഈ സങ്കീർത്തനത്തിൽ ഒരു വാക്യം 3 തവണ ആവർത്തിച്ചിരിക്കുകയാണ്. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളെ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ ചില വാക്യങ്ങൾ സ്പെല്ലിംഗ് വ്യത്യാസം കൂടാതെ അത് തന്നെ ആവർത്തിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. എന്താണ് അതിൻ്റെ രഹസ്യം? അത്രത്തോളം ഗൗരവമുള്ളതായ ചില വാക്യങ്ങളായതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കുന്നു. അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്ന നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ലൂക്കോസ് 13-ാം അധ്യായത്തിൽ 2 തവണ 2 സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവ് തന്നെ നേരിട്ട് പറയുന്ന വാക്യമാണ്. യേശു തന്നെ പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അത് 2 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. ഇത് മാത്രമല്ല, പല വാക്യങ്ങൾ ചില പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ പേര് വിളിച്ച് ആവർത്തിക്കുന്നു. അബ്രഹാമേ, അബ്രഹാമേ, മോശേ, മോശേ, സ്തോത്രം, ഇങ്ങനെ ആവർത്തിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഗൗരവമേറിയ ചില വിഷയങ്ങൾ ഓർപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ ആവർത്തനം ഉണ്ടാകുന്നത്. ഇവിടെ ആവർത്തിച്ചിരിക്കുന്ന വാക്യം, ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. എന്താണ് ഈ യഥാസ്ഥാനം എന്ന് പറഞ്ഞാൽ? പ്രൈസ് ദി ലോർഡ്. സ്ഥാനചലനം സംഭവിച്ച് സ്വസ്ഥാനം വിട്ടകന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പൂർവസ്ഥിതിയിലേക്ക് മടങ്ങിയെത്തുന്ന പ്രക്രിയയ്ക്കാണ് യഥാസ്ഥാനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സാധനം നശിച്ചു പോയില്ലെങ്കിലും ആ സ്ഥാനം, ആ വസ്തു നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ, അത് എവിടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. അത് കണ്ടുകിട്ടുന്നത് വരെ അത് നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. തിരുവഴുത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും യഥാസ്ഥാനത്തെക്കുറിച്ച് നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും ശക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് സ്തോത്രം, ഒരു സ്ത്രീയുടെ 10 ദ്രഹ്മയിൽ 1 ദ്രഹ്മ കാണാതെ പോയി. 10ഉം വലിയ കാര്യമാക്കാതെ ആ ഒരെണ്ണം കണ്ടു കിട്ടുന്നവരെ അടിച്ചു വാരി പരിശോധിച്ചു. മറ്റൊരിടത്ത് 100 ആടിൽ 1 ആടേ കാണാതെ പോയുള്ളൂ. കേൾക്കണേ, 99 വിട്ടേച്ച് ഈ ഒരെണ്ണത്തെ കണ്ടു കിട്ടുന്നവരെ അന്വേഷിച്ചു. മറ്റൊരിടത്ത് ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ 1 എവിടേക്കോ പോയി. കണ്ടു കിട്ടുന്നത് വരെ ഈ പിതാവ് ആ മകനെ ഓർത്ത് വിലപിച്ചു. അവസാനം ഇവ 3ഉം കണ്ടു കിട്ടിയതായിട്ടാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് 3ഉം കണ്ടു കിട്ടിയതിലുള്ള സന്തോഷമാണ് ആ അധ്യായത്തിൽ അവിടെ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം.
നമുക്കറിയാം, മുടിയനായ പുത്രൻ എന്ന് നാം വിളിക്കുന്ന ആ അപ്പൻ്റെ ഇളയ മകൻ അപ്പനിൽ നിന്ന് വരേണ്ടത് പങ്കെല്ലാം വാങ്ങി ദൂരദേശത്ത് പോയി തൻ്റെ കൂട്ടുകാരോട് ചേർന്ന് അവയെല്ലാം ദുർവിനിയോഗപ്പെടുത്തി അവസാനം പന്നികൾ തിന്നുന്ന വാളവരവുകൊണ്ട് വയറ് നിറപ്പാൻ ഇച്ഛിച്ചിട്ട് അവന് സാധിച്ചില്ല. അവൻ ജോലിക്ക് പ്രവേശിച്ച നാൾ മുതൽ ഈ പന്നിക്ക് വിശപ്പ് കൂടുതലാണെന്ന് ഞാൻ ചിന്തിക്കുക. പന്നി മിച്ചം വെക്കുന്നില്ല. അത് തിന്നുവാൻ പോലും ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ വന്നപ്പോഴാണ് അവന് സുബോധം വന്നത്. സുബോധം വന്നപ്പോൾ അവൻ ചെയ്തത് എന്ത്? അവൻ അപ്പനെക്കുറിച്ചും അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചും അപ്പൻ്റെ കൂലിക്കാരെക്കുറിച്ചും കൂലിക്കാരെ ശേഷിപ്പിക്കുന്നതിനെക്കുറിച്ചുമുള്ള ഒരു വലിയ ഓർമ്മ അവനെ ഭരിച്ചു. അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു, യഥാസ്ഥാനപ്പെടുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ സുവിശേഷ സത്യത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പർപ്പസ്, അതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ ഒരു മടങ്ങി വരവാ. ചെയ്തു പോകുന്ന പാപത്തെക്കുറിച്ച് അനുദപിച്ച് ദുഃഖിച്ച് കരഞ്ഞ് ദൈവത്തിന് ഇഷ്ടം ചെയ്യാനുള്ള ആകാംക്ഷയോടെ ദൈവത്തിലേക്ക് മടങ്ങി വരിക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടവരെ ദൈവം വിളിക്കുന്നു. തിരുവഴുത്തിൽ പല വിളികളെ കുറിച്ച് കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആദ്യം ദൈവം വിളിച്ച വിളി നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണല്ലോ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ആദ്യം ദൈവം വിളിച്ച വിളി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-10 വാക്യം വായിച്ചേ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. മതി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. ദൈവം വിളിച്ചു. ദൈവമേ, നിന്റെ വിളിയുടെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു? ദൈവം ആക്കിയ സ്ഥാനത്ത് നിന്ന് ആദം ദമ്പതികളാകുന്നു. അവർ തോട്ടത്തിൽ തന്നെ ഉണ്ടെന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ ദൈവം ആക്കിയ പൊസിഷനിൽ നിന്ന്, ദൈവം ആക്കിയ പദവിയിൽ നിന്ന്, ദൈവം ആക്കിയ സ്ഥാനത്ത് നിന്ന് അവർ കൽപ്പന ലംഘിച്ച് വ്യതിചലിച്ചു. ദൈവം തമ്പുരാന്റെ കാലത്ത് കേട്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അവർ തോട്ടത്തിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നു. അത്തിയില കൂട്ടി അരയാട ഉണ്ടാക്കി അവർ നഗ്നരെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഈ അരയാട ഉണ്ടാക്കി അവർ ഉടുത്ത് അവരെവിടെയോ ഒളിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ദൈവം ആദമിനെ ആദ്യം വിളിക്കുക. എൻ്റെ ദൈവമേ, അവിടുത്തെ വിളിയുടെ പിന്നിലുള്ള ഉദ്ദേശം എന്തെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു. ദൈവം ആക്കിയ സ്ഥാനത്ത് നിന്ന് വ്യതിചലിച്ച ആദമിനെ ദൈവം വിളിക്കുന്നു, യഥാസ്ഥാനത്തേക്ക് വിളിക്കുക. നീ എവിടെ? ഞാൻ ആക്കിയ സ്ഥാനത്ത് നിന്നെ കാണുന്നില്ലല്ലോ. എന്നെ ന്യായങ്ങൾ പലത് പറയുന്നുണ്ട്. ഞങ്ങൾ നഗ്നരെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. നിന്റെ അടുക്കൽ വരുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒളിച്ചിരിക്കുന്നു. പിന്നെ ആദവുമായിട്ടുള്ള സംഭാഷണം ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ യഥാസ്ഥാനത്തേക്കുള്ള ഒന്നാമത്തെ വിളി. ഇനി രണ്ടാമത് പിന്നെ ദൈവം വിളിച്ച വിളി ഏതാണെന്നറിയാമോ? 4-ാം അധ്യായം 9-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം തന്നെ. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ? കേട്ടോ, യഹോവയായ ദൈവം രണ്ടാമത് വിളിക്കുന്ന വിളി. അതും ദൈവം ആക്കിയ സ്ഥാനത്ത് നിന്ന് നഷ്ടപ്പെട്ട കായീനെ വിളിക്കുക. കായീനിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. അസൂയ പൂണ്ട് സ്വന്തം സഹോദരനെ പോലും ആരാധനയുടെ വെളിച്ചത്തിൽ ദൈവം അവനിൽ പ്രസാദിച്ചു എന്നുള്ളതായ അസൂയയിൽ അവനെ കൊല്ലുക. പണം മോഷ്ടിച്ചത് കൊണ്ടോ അവൻ്റെ വക വസ്തുവക അപഹരിച്ചത് കൊണ്ടോ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും, ഒരു ഒറ്റ കാര്യം: ഒന്ന്, ദൈവം അവനിൽ പ്രസാദിക്കുന്നു; രണ്ട്, അവൻ്റെ ആരാധന. ഇതിൽ അസൂയ പൂണ്ട് കായീൻ ഹാബേലിനെ കൊന്നു. കായീനേ, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മോടും ചോദിക്കുന്ന ഒരു ചോദ്യം. നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മുടെ ആത്മാവിന് രക്ഷ കിട്ടി എന്നുള്ള സംതൃപ്തിയിൽ നാം സംതൃപ്തിപ്പെടുക പലപ്പോഴും. ഈ ആത്മീയ വിഷയങ്ങളിലും സ്വാർത്ഥത പാപമാണ്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾക്ക് മറ്റാരുടെയും കാര്യത്തിൽ യാതൊരു
ഉത്തരവാദിത്വം ഇല്ലെന്ന് ആരും ചിന്തിക്കരുത്. അതാ കായീൻ ചോദിച്ചത്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? അതെ, സഹോദരൻ്റെ കാവൽക്കാരൻ. ഹല്ലേലൂയ. പ്രവചന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നീ അവനോട് സുവിശേഷം പറഞ്ഞു, അവൻ മരിച്ചുവെങ്കിൽ അവൻ്റെ രക്തം നിന്നോട് ചോദിക്കുകയില്ല. എന്നാൽ നീ സുവിശേഷം പറയാൻ നിനക്ക് അവസരം ഉണ്ടായിട്ട് നീ പറഞ്ഞില്ല, അവൻ മരിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ അവൻ്റെ രക്തം നിന്നോട് ചോദിക്കുക തന്നെ ചെയ്യും. എനിക്കും നിങ്ങൾക്കും ഇനി ഏറെ ആവശ്യമായിരിക്കുന്നത് ആത്മഭാരം. എൻ്റെ കർത്താവേ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഭവനത്തിൽ വരുന്നവരെ അല്ലാത്തവരെ പരിചിതരെ അപരിചിതരായ അനേകർ കാണുമ്പോൾ ഇവരെല്ലാം നിത്യമായ നാശത്തിലേക്ക്, നിലയില്ലാത്ത ആഴത്തിലേക്ക്, മടങ്ങി വരാത്ത അന്ധകാര ശക്തിയിലേക്ക് ഇവർ പോവുകയാണല്ലോ. ഒരു നിത്യ നരകം ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നല്ലോ എൻ്റെ ദൈവമേ. അവിടേക്ക് ഇവർ തെരതഗമനം ചെയ്യുകയാണല്ലോ, അവിടേക്ക് ഇവർ പോവുകയാണല്ലോ. അവരിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ വിടുവിക്കാൻ ആരെ കൊണ്ടും കഴിയത്തില്ലല്ലോ എന്നുള്ള ഒരു വേദന എന്നെ നിങ്ങളെയും ഭരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കായീനേ, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതുപോലെ നമ്മോട് ചോദിക്കുവാൻ തക്കവണ്ണം ദൈവം തുനിഞ്ഞാൽ മറുപടി പ്രാഗൽഭ്യത്തോടെ പറയുവാൻ നമുക്ക് കഴിയുമോ എന്ന് സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കായീനേ, നീ ആക്കിയ സ്ഥാനത്ത് സ്തോത്രം, വിശ്വസ്തത പാലിപ്പാൻ, പരമാർത്ഥ ജീവിക്കുവാൻ, നിനക്കും നിന്റെ സഹോദരനും ഒന്നിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആരാധിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. ഇന്ന് മാത്രമല്ല, നീ നിന്റെ സഹോദരന്റെ കുലപാതകനാ. വിളിക്കുക. ഹല്ലേലൂയ. മൂന്നാമത് ദൈവം വിളിച്ച വിളി അല്ല, മൂന്നാമതൊരു പ്രവാചകൻ തൻ്റെ സഹോദരനെ തൻ്റെ ശിഷ്യനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 25-ാം വാക്യം വായിക്കും. 2 Kings chapter 5 verse 25. പിന്നെ അവൻ അകത്ത് കടന്നു യജമാനന്റെ മുൻപിൽ നിന്നു. എന്നാറെ എലീശ അവനോട്, ഗേഹസിയെ, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയൻ എങ്ങും പോയില്ലെന്ന് അവൻ പറഞ്ഞു. നോക്കണേ, എലീശ പ്രവാചകൻ ഗേഹസിയെ വിളിക്കുന്ന ഒരു വിളി. ഗേഹസിയെ, നീ എവിടെ പോയി? നമുക്കറിയാം, നയമാന്റെ പുറകെ പോയതാ. നയമാൻ കുഷ്ഠരോഗിയായി എലീശയുടെ അടുക്കൽ സൗഖ്യം പ്രാപിക്കേണ്ടതിന് വേണ്ടി വന്നു. അപ്പോൾ നയമാൻ അരാം രാജ്യത്തിൽ നിന്ന് വരുന്ന സന്ദർഭത്തിൽ തന്നെ തന്നെ സൗഖ്യമാക്കുന്ന പ്രവാചകന് കൊടുക്കുവാൻ 10 കൂട്ടം വസ്ത്രവും ഒരു 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും എല്ലാം ആയിട്ടാണ് വന്നത്. ഈ യോർദാനിൽ മുങ്ങാൻ പറഞ്ഞ് മുങ്ങി സൗഖ്യം കിട്ടിയപ്പോൾ ഇതെല്ലാം ഈ പ്രവാചക ശിഷ്യൻ പ്രവാചകന് കൊടുക്കാൻ വന്നു. അപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞു, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ എലീശ പറഞ്ഞു, യാതൊന്നും വേണ്ട, ഒരു ചില്ലിന് പൈസ വേണ്ട. ഹല്ലേലൂയ. അന്ന് അവിടെ ഈ പ്രവാചക ശിഷ്യന്മാരും പട്ടിണി കൊണ്ടിരിക്കുന്ന നട്ടം തിരിയുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വയലിൽ പോയി ചീര പറിച്ചുകൊണ്ട് വരട്ടെ, പറിക്കാൻ അനുവാദം കൊടുത്തു. പക്ഷെ പറിച്ചുകൊണ്ട് വന്ന് പേച്ചൂരയാണ്. കലത്തിൽ മരണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിലവിളിക്കുന്ന സമയമാണ്. പട്ടിണിയോട് പട്ടിണിയാണ്. അന്നേരമായി നയമാൻ വെറുതെ ഒന്നും തരുന്നതല്ലല്ലോ, സൗഖ്യം പ്രാപിച്ചിട്ട് ദൈവനാമത്തിൽ തരുന്നതല്ലേ, മേടിച്ചാൽ പോരെ എന്ന് ഗേഹസി ചിന്തിച്ചു. അതിലല്പം കിട്ടിയാൽ കൊള്ളാവുന്നൊരാഗ്രഹം തനിക്കുണ്ടായി. എലീശ പ്രവാചകൻ മേടിക്കാൻ എന്നാന്നറിയാവോ? നയമാൻ അരാം രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ സ്തോത്രം, അവിടെയുള്ള ജനങ്ങൾ ചോദിക്കും, സൗഖ്യം കിട്ടിയോ? അയ്യോ, ഇതെന്തൊരു അത്ഭുതമാണ്, ഇതിന് വല്ലതും ചെലവായോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് നോക്കിയാൽ ഏതാണ്ട് 1 കോടി രൂപയിലധികം വിലപ്പിടിപ്പുണ്ട്. 1 കോടി രൂപയിലധികം വിലപ്പിടിപ്പുണ്ട് ഇത്രയും സാധനം. 6000 ശേക്കൽ പൊന്ന, പിന്നെ അതുപോലെ തന്നെ 10 താലന്ത് വെള്ളിയ, അനവധി വസ്ത്രങ്ങൾ. ഈ നയമാൻ മാത്രമല്ല, ഇതുകൊണ്ട് നയമാന് തന്നെ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റിയത്. നയമാനും കൂടെ ഒരുപാട് പേരുണ്ട്. ഒരു ഘോഷയാത്ര പോലെയാണ് പോയത്. ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവർ ചിന്തിക്കും, ഈ അനാരാജ്യത്തെ ആളുകൾ ചിന്തിക്കും, 1 കോടി ഉണ്ടെങ്കിൽ മാത്രമേ പ്രവാചകനിടയ്ക്ക് പോകാൻ ഒക്കുള്ളൂ, സാധാരണക്കാർക്കൊന്നും പോയി സൗഖ്യമാകാവുന്ന ഒരു പണിയല്ല ഇത് എന്ന് അവർ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഗേഹസി എന്ത് ചെയ്തു? പിന്നാലെ ഓടി
പുറകെ തേരിച്ചു പോയി. അയ്യോ, ഇസ്രായേൽ ദേശത്ത് ചില ദൈവാസന്മാർ വന്നു, അവർക്ക് ചില വെള്ളി പൊന്നും ചില വസ്ത്രമൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇത് നേരത്തെ പറയുമായിരുന്നല്ലോ, ഞാൻ തരാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഈ നയമാൻ കൊണ്ടുവന്നതിൽ ഒരു നല്ല പങ്ക ഗേഹസിയുടെ ഏൽപ്പിച്ചു. ഗേഹസി ഇതുകൊണ്ട് ചെല്ലുക. അപ്പൊ പ്രവാചകൻ പറയുക, നീ എവിടെ പോയി? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ ഇവിടുന്ന് പോയപ്പോഴും, നീ നേരെ കയറിയപ്പോഴും, നീ നയമാൻ്റെ അടുക്ക് ചെല്ലുമ്പോഴും, നയമാനോട് ചോദിക്കുമ്പോഴും എൻ്റെ ആത്മാവ് നിന്നോട് കൂടെ ഉണ്ടായിരുന്നു, യാത്ര ചെയ്തിരുന്നു. ഞാനെല്ലാം ആത്മാവിൽ കണ്ടോണ്ടിരിക്കുക. ഏകദേശം ഒരു കാര്യം നീ മനസ്സിലാക്കണം, നയമാൻ വെള്ളിയും പൊന്നും വസ്ത്രവും കൊണ്ട് മാത്രമല്ല വന്നത്. അവൻ്റെ കയ്യിൽ മറ്റൊരു വസ്തുത ഉണ്ടായിരുന്നു, കുഷ്ഠം. അതും കൂടെ നിനക്കിരിക്കട്ടെന്ന് പറഞ്ഞ മാത്രയിൽ ഗേഹസി കുഷ്ഠരോഗിയായി മാറി. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് ഓർപ്പിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയാം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിലർ ദൈവസന്നിധി വിട്ടുപോകുന്നു. ഹല്ലേലൂയ. അവര് ആത്മീയ വിഷയത്തിന് മൂല്യതയില്ലാതെ ഭൗതിക നിലയിൽ ദൈവസാന്നിധി വിട്ടുപോകുന്നു. മടങ്ങി വരേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മടങ്ങി വരേണ്ടിയിരിക്കുന്നു, യഥാസ്ഥാനപ്പെടേണ്ടിയിരിക്കുന്നു. ഒറ്റ കാര്യം കൂടെ ഞാൻ വായിക്കട്ടെ, ഓർപ്പിക്കട്ടെ. 10 കുഷ്ഠരോഗികൾ കർത്താവിന് സൗഖ്യം പ്രാപിച്ചു, അല്ലേ? സ്തോത്രം. 10 കുഷ്ഠരോഗികൾ. ലൂക്കോസ് സുവിശേഷം 17:17. അതിൽ കർത്താവ് ഒരുത്തരോട് ചോദിക്കുക, നീ മാത്രമേ നന്ദി പറയാൻ മടങ്ങി വന്നല്ലോ, ആ 9 പേര് എവിടെ? ആ എവിടെ എന്നുള്ള പദം അവിടെയുണ്ട്. കർത്താവ് നേരിട്ട് പറയുന്ന 9 പേരെവിടെ? പ്രിയരെ, ദൈവത്തോട് നന്ദി പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലും ദൈവ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കണം. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ പ്രാഗൽഭ്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ദൈവമേ നീ എവിടെയെന്ന് വിളിച്ചു ചോദിക്കാനുള്ള പ്രാഗൽഭ്യം അവനുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഏലിയാവിൽ നിന്ന് വീണ പുതപ്പെടുത്ത് തിരിച്ചു വന്നപ്പോൾ യോർദാനെ അടിച്ചപ്പോൾ എങ്ങനെയായിരുന്നു എലീശ പറഞ്ഞത്? ഏലിയാവിന് ദൈവമായ യഹോവ എവിടെ? പ്രാഗൽഭ്യമുള്ളവര് തക്ക സമയത്ത് ദൈവത്തെ വിളിച്ചു വരുത്തുവാൻ കഴിയുക തന്നെ ചെയ്യും. ദൈവത്തിനോട് സ്തോത്രം. പ്രിയരെ, നമുക്ക് ഒന്നിച്ച് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയാം, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളെ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ഏൽപ്പിച്ചു കൊടുക്കാം, സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.